നാടിനെ നടുക്കിയ അരുംകൊല കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന് 24 മണിക്കൂർ പിന്നിടുമ്പോഴും കൊലപാതക കാരണം കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ക്രൈം ത്രില്ലറുകളേക്കാൾ വെല്ലുന്ന യാഥാർത്ഥ്യം. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പോലീസ്. കുറ്റവാളിയുടെ ഉമ്മയുടെ മൊഴി നിർണായകമാണ്. നാടിന് നടുക്കിയ കൂട്ടക്കൊലപാതകം, 6 മണിക്കൂറിനുള്ളിൽ 5 ക്രൂര കൊലപാതകങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ് 23 വയസ്സുകാരനായ അഫാൻ സ്വന്തം പ്രണയത്തെയും സ്വന്തം ബന്ധുക്കളെയും ഇങ്ങനെ കൂട്ടക്കുരുതി കൊടുത്തത്? പോലീസിന് ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല, ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ആയുധം കണ്ടെടുത്തു എന്ന് പറയുന്നു, അല്ലാതെ മറ്റൊരു തെളിവിലേക്കും പോലീസിന് പോകാനുമായിട്ടില്ല. നോർമലായ ഒരാളൊരു കൊലപാതകം ചെയ്താൽ ഒരു അരമണിക്കൂർ സ്വയമായിട്ടല്ലാത്ത അവസ്ഥ നിൽക്കും, പക്ഷെ പിന്നെ ആൾ നോർമലാവാളാണ്. പക്ഷെ ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് വാപ്പമ്മായെയും കൊന്നിട്ട് തിരിച്ച് 17 കിലോമീറ്റർ സഞ്ചരിച്ച് SN പുരം എന്നുള്ള സ്ഥലത്ത് പോയിട്ട് ആറോടെ കല്ലറ ഇങ്ങോട്ടുള്ള അത് വന്നിട്ട് തിരിച്ച് ഇവിടെ വന്നത് ചെയ്യണമെങ്കിൽ ഒരു നോർമൽ കണ്ടീഷനുള്ള വ്യക്തി കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ നോർമലായ ഒരാളിന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. വാതിലടിച്ച് പൊളിച്ചകത്ത് കയറിയാണ്. അപ്പോൾ ആദ്യം ഈ ഉമ്മയാണ് എടുത്തത്, രണ്ടാമത് കുട്ടിയെടുത്തു, മൂന്നാമതൊരു ഇത് ഉണ്ടെന്ന് നാട്ടുകാർക്ക് അറിഞ്ഞൂടെ. പക്ഷേ പോലീസിനോട് പറഞ്ഞിരുന്നു മൂന്നാമതൊരാൾ കൂടി ഉണ്ടെന്ന്. അപ്പം മുകളിലത്തെ സ്റ്റെയറിൽ കയറിയപ്പോഴാണ് പെൺകുട്ടിയെ കാണാൻ കഴിഞ്ഞത്. അഞ്ച് കൊലപാതകങ്ങളിലും ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ആ കുഞ്ഞ് അഫ്സാന്റെ മരണമാണ്. ആ 13 വയസ്സുകാരന് കുഴിമന്തി വാങ്ങിക്കൊടുക്കാമെന്ന് പ്രലോഭിപ്പിച്ചാണ് മരണത്തിലേക്ക് അഫാൻ കൈപിടിച്ചു കൊണ്ടുപോയത്. തലയ്ക്ക് പിന്നിലേറ്റ ആഴത്തിലുള്ള മുറിവ്. നിരവധി തവണ ആ കുഞ്ഞു മൃതദേഹത്തിൽ അവൻ ചുറ്റികയ്ക്ക് ആഞ്ഞടിച്ചു. സ്നേഹമുണ്ടെന്ന് പറയുമ്പോഴും എന്തിനാണ് ഈ കുരുന്നിനെ കൊലപ്പെടുത്തിയതെന്നും ആർക്കും അറിയില്ല. കൊച്ചുമോനെ കണ്ടത് കാരണം അവൻ എപ്പോഴും ഇവിടെ വരണോണ്ട് നമുക്ക് വിഷമമാണ്. അവനൊന്നും ചെയ്യണ്ടായിരുന്നു, അവൻ്റെ കൂടെ പുറപ്പല്ലേ, ഒരു ജമ്മോന്നല്ലേ പറയണം. ഇവിടങ്ങളിൽ എല്ലാവരും സ്നേഹമാണ്. ആരുമായിട്ട് ഒരു വഴക്കിനെ കണ്ട് ഒരു മക്കളും അങ്ങനെ ഒരിടത്തും പോണതാ വഴക്കാ കൂടുന്നൊന്നും കണ്ടില്ല. 6 പേരെ കൊലപ്പെടുത്തിയെന്നാണ് അഫാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കുറ്റസമ്മതം നടത്തിയത്. 5 പേര് മരിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചു. 6ാമത് ഉമ്മ അത്ഭുതകരമായി രക്ഷപ്പെട്ടുന്നു. അഫാന്റെ ആദ്യ കൊലപാതക ശ്രമം നടക്കുന്നത് ഉമ്മയ്ക്ക് നേരെയാണ്. ഉമ്മയുടെ കഴുത്ത് ഷോളിന് കുരുക്കി ചുമരിൽ തലപിടിച്ചടിച്ചതിന് ശേഷം ഉമ്മ മരിച്ചു എന്ന് കരുതി അവിടെ ഉപേക്ഷിച്ച് അടുത്ത കൊലപാതകത്തിലേക്ക് പോകുന്നു. ഷെമി മരിച്ചിട്ടില്ല. ഷെമി 13 സ്റ്റിച്ചുകളോടുകൂടി ഇപ്പോഴും സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ്. ഷെമിയുടെ ബന്ധുക്കളോട് സംസാരിച്ചിട്ടുണ്ട്. ഇളയ കുട്ടിയെ രക്ഷിക്കണം, അവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ഇതാണ് ഷെമി ഇപ്പോഴും കിടക്കയിൽ കിടന്ന് ആവശ്യപ്പെടുന്നത്. തലയിൽ 13 സ്റ്റിച്ചിങ് ഓൾറെഡി കഴിഞ്ഞു അമ്മയ്ക്ക്, ഷെമിക്ക്. പിന്നെ മുഖത്ത് ഈ 2 കണ്ണിൻ്റെ താഴെ സൈഡിലെ എല്ലും പൊട്ടിയിട്ടുണ്ട്. പിന്നെ വാ തുറക്കത്തില്ല. അപ്പോൾ നമ്മൾ ജ്യൂസ് ഐറ്റങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവൾ പിന്നെ സംസാരിക്കും. എനിക്ക് അവൾ സംസാരം അറിയാമെന്നുണ്ട്. ഞാൻ കുറേ ചെവി അടുത്ത് പിടിച്ച് സംസാരിച്ച് അവൾ കരയും. എന്നെ കണ്ടപ്പോൾ കരയും. അഫാനെ ചോദിക്കുകയും ചെയ്തു, കൊച്ചുമോന മാമച്ചി മോനഞ്ഞ് കൊണ്ടുവരണം, രണ്ടാമത്തെ കുട്ടി മോനഞ്ഞ് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു കൊണ്ടുവരാം ഷെമി.
വെഞ്ഞാറമൂട് കൊലപാതക പരമ്പരകളിൽ അടിമുടി ദുരൂഹതയാണ്. പോലീസിന് പോലും കണ്ടെത്താൻ കഴിയാത്ത അത്ര ദുരൂഹത. തന്നെ അത്രമേൽ സ്നേഹിച്ച തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഒരു മനുഷ്യന് കൊല്ലാൻ കഴിയുക? എന്താണ് അതിൻ്റെ കാരണം? കണ്ടെത്താൻ കഴിയാത്ത കാരണങ്ങൾക്ക് പിന്നാലെയാണ് പോലീസ്. ഇന്ന് 3:30 മണിക്കാണ് കുട്ടി വന്നതെന്നും ആണ് ഇപ്പോൾ അവിടെ പോലീസിൽ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ മൊഴി കൊടുത്തിരിക്കുന്നത്. അതറിഞ്ഞൂടെ, വീട്ടിൽ നിന്ന് പോയത് വിവരം അറിയുക. കാരണം ചെറുപ്പക്കാരൻ്റെ പോയെന്നോ മറ്റു വിവരം അവർക്ക് കിട്ടിക്കാണൂല. എങ്കിൽ നേരത്തെ അവർ വരുമായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഫർസാനയുടെ ഭൗതിക ശരീരം വെഞ്ഞാറമൂടിലെ വീട്ടിലെത്തിച്ചത്. അതിവൈകാരിക നിമിഷങ്ങൾക്കാണ് വീടും പരിസരവും സാക്ഷിയായത്. 100 കണക്കിന് ആളുകൾ ഫർസാനയെ ഒരു നോക്ക് കാണുവാൻ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തി. തങ്ങളോടൊപ്പം ചിരിച്ചും കളിച്ചും ഉല്ലസിച്ചുമുണ്ടായിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത് വേദനയോടെയാണ് കുടുംബവും പ്രിയപ്പെട്ടവരും നെഞ്ചേറ്റിയത്. നിരവധി ആളുകളാണ് ഈ വീട്ടിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവളെ കാണാൻ ഒഴുകിയെത്തിയത്. വെഞ്ഞാറമുട്ട വസതിയിൽ അരമണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിന് ശേഷം ഫർസാനയുടെ ഭൗതിക ശരീരം ചിറയൻകീഴെ കാട്ടുമുറായ്ക്കൽ ജുമാ മസ്ജിദിലെത്തിച്ചു. അവിടെ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ഭൗതിക ശരീരം അന്ത്യകർമ്മങ്ങൾക്കായി കൊണ്ടുപോയി. ഈ കാണുന്ന ശവകുടീരത്തിലാണ് ഫർസാന അന്ത്യവിശ്രമം കൊള്ളുന്നത്. ചിറയൻകീഴ് കാട്ടുമുറായ്ക്കൽ ജുമാ മസ്ജിദിന്റെ പള്ളിപ്പറമ്പിൽ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനിൽ നിന്നേറ്റ ആ മുറിവുമായി അവൾ ഉറങ്ങുകയാണ് വേദനകളില്ലാത്ത ലോകത്ത്. കിളിമാനൂരിലെ മുത്തശ്ശിയുടെ കൊലപാതകത്തിന് ശേഷം രണ്ടാമത്തെ കൊലപാതകമാണ് ചുള്ളാളത്തെ അബ്ദുൽ ലത്തീഫിന്റെയും ഭാര്യ സാജിദ ബീഗത്തിന്റെയും. മുത്തശ്ശിയുടെ കൊലപാതകത്തിന് ശേഷം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന അഫ്ഗാനെ വല്യച്ഛൻ വിളിച്ചതാണ് നിർണായകമായത്. തുടർന്ന് ചുള്ളാളത്തെ വല്യച്ഛന്റെ വീട്ടിലെത്തുകയും ഇരുവരെയും കൊലപ്പെടുത്തുകയുമായിരുന്നു. അതിക്രൂരമായാണ് അഫാൻ ഇരുവരെയും കൊലപ്പെടുത്തിയത്. അബ്ദുൽ ലത്തീഫിന്റെ മൃതശരീരം വീട്ടിലെ സോഫയിൽ ഇരിക്കുന്ന നിലയിലും ഭാര്യ സാജിദയുടേത് അടുക്കളയിൽ കിടക്കുന്ന നിലയിലുമാണ്. വായിൽ തുണി തിരികിയ നിലയിലാണ് സാജിദയുടെ മൃതശരീരം കണ്ടെത്തിയത്. കൊലപാതക പരമ്പരകളിലെ ഏറ്റവും അതിക്രൂരമായ കൊലപാതകമാണ് അബ്ദുൽ ലത്തീഫിൻ്റേത്. നിരവധി പരിക്കുകളാണ് അബ്ദുൽ ലത്തീഫിന്റെ ശരീരത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. കൊലപാതക പരമ്പരകളിലെ മറ്റ് 2 കൊലപാതകങ്ങൾ പണത്തിന് വേണ്ടിയാണെങ്കിൽ അബ്ദുൽ ലത്തീഫിന്റെ കൊലപാതകം തന്റെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നു എന്ന കാരണത്താലാണെന്നാണ് പോലീസിന്റെ നിഗമനം.
പ്രതി അഫാൻ ലഹരിക്ക് അടിമയായിരുന്നു എന്ന തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതുതരം ലഹരിയാണ് ഉപയോഗിച്ചതെന്നത് രാസപരിശോധന അടക്കം ചെയ്തതിനു ശേഷം മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്നും ഡിവൈഎസ്പിയും IG-യും പറഞ്ഞു. ശേഷം മാത്രമേ നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കും. പല കാരണമുണ്ട്. നമ്മൾ അത് ഇപ്പം ഈ അവസരത്തിൽ പറയുന്നു. രാവിലെ 7:30 പോലീസും ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ചുള്ളാളത്തെ അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലെത്തി. 2 മണിക്കൂർ നീണ്ട ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം വീട്ടിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പിന്നീട് വീട്ടിലെത്തി സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നത്. പ്രതി അഫാന്റെ പിതാവിന്റെ 10 സഹോദരന്മാരിൽ മൂത്തയാളാണ് അബ്ദുൽ ലത്തീഫ്. അബ്ദുൽ ലത്തീഫിനെ കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമാണ് പറയാനുള്ളത്. CRPF-ൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ അബ്ദുൽ ലത്തീഫ് വാർദ്ധക്യ ജീവിതം നയിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ദുർഘടന നേരിടുന്നത്. ചുറ്റിക കൊണ്ടുള്ള തുടർച്ചയായ അടികളിൽ തലയോട് പൊട്ടി തലച്ചോറ് ചിതറിയുള്ള മരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അഫാന്റെ ക്രൂരതകൾ കൃത്യമായി വിവരിച്ചിരിക്കുന്നു. പെൺകുട്ടിയുടെയും സ്വന്തം സഹോദരന്റെയും തലയിൽ പല കുറിയാണ് അഫാൻ ആഞ്ഞാഞ്ഞടിച്ചത്. വിഷം കഴിച്ചുവെന്ന വെളിപ്പെടുത്തൽ നടത്തിയതോടുകൂടിയാണ് അഫാനെ പോലീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത്. കഴിഞ്ഞൊരു രാത്രിയും ഒരു പകലും അഫാൻ ഇവിടെ ചെലവഴിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ പോലീസ് പലകുറി ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഒന്നിനും മറുപടി നൽകാൻ അഫാൻ തയ്യാറായിട്ടില്ല. അഫാന് മാനസിക രോഗമുണ്ടോ? അഫാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാണോ? ഈ ചോദ്യങ്ങൾക്കും പോലീസിന്റെ കയ്യിൽ ഇപ്പോൾ ഉത്തരമില്ല. അറിയേണ്ടത് കൃത്യമായ ശാസ്ത്രീയ പരിശോധനകളിലൂടെ ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ്. രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം പ്രത്യേക മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കാനും തീരുമാനമായി. നിഗൂഢതകൾ നിറഞ്ഞൊരു സമസ്യ പോലെയാണ് വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകം. അവ്യക്തതകളും അനുമാനങ്ങളും മാത്രം ബാക്കി. കൃത്യമായ സാക്ഷിമൊഴികൾ പോലുമില്ലാത്ത കേസിന്റെ നാൾവഴികളിൽ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. ഇനി നിർണായകമാകുക ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന പ്രതിയായിട്ടുള്ള അഫാന്റെ ഉമ്മയുടെ മൊഴികളാണ്. ടീം ജനം, തിരുവനന്തപുരം.